നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനി രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ അവസാന 2 ശ്ലോകങ്ങളാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. 167 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 168ാമത്തെ ശ്ലോകം വായിക്കാം. ഉണ്ണിക്കിടാങ്ങൾ കളിയായൊരു കാലുവെച്ചാലെണ്ണാവതല്ലതിനഹോ കുതുകം പിതൃണാം എന്ന കണക്കെ നടയുള്ളവർക്കിതെല്ലാം എന്നാൽ കൃതം കിമപി കൗതുകമായി വരേണം. ഉണ്ണിക്കിടാങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികള് കളിയായൊരു കാലു വെച്ചാൽ, നടക്കാൻ തുടങ്ങുന്ന കുട്ടികള് ആദ്യമായിട്ട് ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെ കാല് വെച്ച് തുടങ്ങുമല്ലോ. അപ്പോ എണ്ണാവതല്ലതിനഹോ കുതുകം പിതൃണാം, അഹോ അത്ഭുതം, അതിന് പിതൃണാം കൗതുകം എണ്ണാവതല്ല. അത് കാണുമ്പോൾ പിതാക്കന്മാരുടെ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആ കൗതുകം പറയാൻ സാധിക്കില്ല. എന്ന കണക്കെ നടയുള്ളവർക്കിതെല്ലാം, എന്ന കണക്കെ എന്ന് വെച്ചാൽ ആ നടക്കാൻ തുടങ്ങുന്ന കുട്ടിയുടെ കാൽവെപ്പ് കാണുന്ന അച്ഛനമ്മമാർക്ക് എങ്ങനെയാണ് ആ കൗതുകം ഉണ്ടാവുക, അതുപോലെ നടയുള്ളവർക്ക് ഇതിന്റെ മുൻപിൽ പോയവർക്ക്, അതായത് ഈ രചനാശീലം ഉള്ളവർക്ക്, ഇതിനു മുൻപ് ഇങ്ങനെ കവിതകൾ രചിച്ചുള്ളവർക്ക് എന്നാൽ കൃതം കിമപി കൗതുകമായി വരേണം. എന്നാൽ കൃതമായത്, ഞാൻ രചിച്ച ഈ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറഞ്ഞ ഈ കൃതി കിമപി കൗതുകമായി വരേണം. കിമപി കുറച്ചെങ്കിലും കൗതുകം ഉണ്ടാക്കണം, സന്തോഷം ഉണ്ടാക്കണം. കൊച്ചുകുട്ടികളുടെ ആ ആദ്യത്തെ കാൽവെപ്പ് എങ്ങനെയാണോ മാതാപിതാക്കന്മാർക്ക് സന്തോഷം നൽകുന്നത്, അതുപോലെ ഈ കാവ്യ രചനാ മാർഗത്തില് തൻ്റെ മുൻഗാമികൾക്ക് ഈ കാവ്യ രചനാ പരിചയം വന്നിട്ടില്ലാത്ത തന്നോട് അല്ലെങ്കിൽ തൻ്റെ കൃതിയോട് ഒരു കൗതുകം തോന്നണം. എന്ന് വെച്ചാൽ ഈ പന്ഥാവില് മുൻപുള്ള ആ ഭക്ത കവികൾക്ക് താൻ രചിച്ചിട്ടുള്ള ഈ ശ്രീകൃഷ്ണ കർണാമൃതം അല്പമെങ്കിലും സന്തോഷത്തെ നൽകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം, അതായത് ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ് ഇത്. പീതാംബര പ്രോല്ലസിതാഖിലാശം ഹേമാംഗദോദ്ഭാസിത ബാഹുദണ്ഡം സോമാംബുജ ശ്രീവദനാരവിന്ദം വാമാലയസ്ഥം ഭജ വാസുദേവം. പീതാംബരത്താൽ മഞ്ഞപ്പട്ടുകൊണ്ട് പ്രോല്ലസിതമായവനും പരിശോഭിക്കുന്ന അഖിലാശ്രയനും ഹേമാംഗദോദ്ഭാസിത ബാഹുദണ്ഡം, സ്വർണനിർമ്മിതമായ തോൾവളകളാൽ പ്രകാശിതമായ നീണ്ട കൈകളോടുകൂടിയവനും സോമാംബുജ ശ്രീവദനാരവിന്ദം, ചന്ദ്രന്റെയും താമരപ്പൂവിന്റെയും മുഖസൗന്ദര്യത്തോടു കൂടിയവനും വാമാലയസ്ഥം ഭജ വാസുദേവം, വാമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ഇടത്തുപുറത്തപ്പനായ വാസുദേവനെ, ശ്രീകൃഷ്ണനെ ഭജിക്കുവിൻ. അതായത് വാസുദേവനായ ആ ഇടത്തുപുറത്തപ്പനെ ഭജിക്കുവിൻ എന്നാണ് പറയുന്നത്. ഞാൻ ഈ കൃതിയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, എന്നെ ഇനി ഇവിടെ ഇരുന്ന് ഭജിച്ചാൽ മതി എന്ന് ഭഗവാൻ നേരിട്ട് പൂന്താനം തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു എന്ന്. ആ വാമപുരം എന്ന് പറയുന്ന ആ ഇടത്തുപുറത്തമ്പലം പൂന്താനം തിരുമേനി പണി കഴിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത്. അത് തിരുമാന്താംകുന്ന് അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും ഈ അമ്പലം. ഗുരുവായൂർ വരെ പോയി ഭജിക്കാൻ വയ്യാതായി തീർന്ന പൂന്താനം തിരുമേനി ഇനി മുതൽ വാസുദേവൻ തന്നെയായ ഈ ഇടത്തുപുറത്തപ്പനെ ഇവിടെ ഇരുന്ന് ഭജിക്കാൻ പോവുകയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞതാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ ശ്ലോകത്തോടുകൂടി ശ്രീകൃഷ്ണ കർണാമൃതം അവസാനിക്കുകയാണ്. ആ വാസുദേവ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീകൃഷ്ണ കർണാമൃതം മുഴുവനും ഈ വനമാലിയിലൂടെ ചൊല്ലി അർത്ഥം പറയാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഞാൻ ശ്ലോകം ചൊല്ലിയതിലോ
പറഞ്ഞതിലോ വന്നിട്ടുള്ള തെറ്റുകൾ സഹൃദയരായ നിങ്ങൾ ക്ഷമിച്ച് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ